റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വഫാത്തായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറവ് ചെയ്തത് എന്ന തത്വം, എന്ന യാഥാർത്ഥ്യം നമ്മൾ എത്ര പേർക്കറിയാം? എന്തിനത് ചെയ്തു സ്വഹാബിമാർ? എന്തിനത് ചെയ്തു? സ്വഹാബിമാർക്കറിയാം പുണ്യനബി തങ്ങൾ വളരെ പെട്ടെന്ന് നിർവഹിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ നിർദ്ദേശമാണ് മയ്യത്തിനെ പെട്ടെന്ന് മറവ് ചെയ്യണം, അത് ഡിലേ ചെയ്യരുത്. 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണമേ എന്ന് പറഞ്ഞതിൽ 3, അതിലൊന്ന് ഇദാ ഹദറത്തിസ് സ്വലാഹ്, നിസ്കാരം ആസന്നമായാൽ പിന്നെ നിസ്കാരം നീട്ടിക്കൊണ്ടു പോകരുതേ, പെട്ടെന്ന് നിർവഹിക്കണമേ. 2, ഒരു പെൺകുട്ടിക്ക് വിവാഹത്തിന് പ്രായവും സമയവും ആയി കഴിഞ്ഞാൽ, നാടിന്റെ നിയമമുണ്ടെങ്കിൽ ആ നിയമം 18 ആണ്, 18 കഴിഞ്ഞിട്ട് മതി. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നീട്ടരുത്. പിന്നെ ഒരു കോഴ്സ് കഴിയട്ടെ, ഒരു ജോലി കിട്ടട്ടെ, കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവർ പഠിക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിച്ചത് മുഴുവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അൽ അല്ലാമ, സ്വഹാബികളിലെ പണ്ഡിതയാണ്, സ്വഹാബികളുടെ ഉസ്താദാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിച്ചത് മുഴുവൻ തങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ളൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ പിന്നെ ഡിലേ ചെയ്യരുത്. 3ാമത്തെ വിഷയം, മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ വേഗം മറവ് ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കരുത്. അല്ലാഹു നമുക്ക് മരണമാസന്നമാകുമ്പോൾ അതൊരു നല്ല സമയത്തും നല്ല നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. എന്തായാലും പോവും. ഇതിങ്ങനെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ ജയിലിൽ നിന്ന് ഇങ്ങനെ കുപ്പായിട്ടിട്ട് കൊണ്ടുപോകും, തലമറച്ചിട്ട്. അപ്പോൾ അടുത്തവൻ പറയാം, പഠിച്ചോൻ ഇനി അടുത്തത് ഞാനാവുമോ, ഇന്നാണോ ഇനി അടുത്തത് കൊണ്ടുപോവുക, അപ്പോൾ അയാൾ പിന്നെ തിരിച്ചു വരൂല. അതുപോലെയാണ് ഞാനും നിങ്ങളും കാത്തിരിക്കണതെന്ന. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മരിച്ചോ, ഇനി അടുത്തത് ഞാനാണോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിനുവേണ്ടി ഒരുങ്ങണം. പേടിക്കാനല്ല, നിങ്ങൾ പേടിപ്പിച്ച് ഇതാക്കാനല്ല. പേടിക്കൽ എക്സാം ഉണ്ടെന്ന് ഒരു വെറുതെ പേടിച്ചിട്ട് ഉറങ്ങേണ്ടത് കണ്ട, പഠിച്ചിട്ട് ഇതിനെ ഫേസ് ചെയ്യുക, എന്ന പോലെ അമൽ സ്വാലിഹാത്ത് ചെയ്യുക, വേഗം അല്ലാഹുവിനോട് തൗബ ചെയ്യുക. അങ്ങനെ നമ്മൾ അതിനെ നേരിടണം എന്നാണ്. അപ്പോ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്തുകൊണ്ട് പുണ്യനബിയുടെ സ്വഹാബിമാർ അവിടുന്ന് വഫാത്തായപ്പോ തങ്ങളെ പെട്ടെന്ന് മറവ് ചെയ്തില്ല? എന്താ കാരണം എന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഉമ്മത്തിന്റെ നേതാവ് ലോകത്തോട് വിട പറയുമ്പോ ആരായിരിക്കണം ഹബീബിന്റെ പിൻഗാമി, ആരാവണം ഹബീബിന്റെ പ്രതിനിധി, ആരാവണം ഖലീഫ എന്ന ചർച്ച നടക്കുകയായിരുന്നു സഖീഫത്തു ബനി സാഇദ എന്ന പന്തലിന്റെ ഉള്ളിൽ. മദീന പള്ളിയുടെ ബാബു മലിക് ഫഹദിലേക്ക് നമ്മൾ ഫേസ് ചെയ്ത് നിന്നാൽ ഖിബലയുടെ ഭാഗത്തേക്ക്, പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഖിബലയുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു നിന്നാൽ വലതു ഭാഗത്ത്, പള്ളിയുടെ ഏറ്റവും പിറകിലെ വലതു ഭാഗത്ത് അങ്ങേയറ്റത്ത് പള്ളിയുടെ കോമ്പൗണ്ട് കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടമുണ്ട്, ഒരു ചെറിയ ഒരു ചെടികളും മരങ്ങളുമുള്ള ഒരു ഇടമുണ്ട്. അവിടെയാണ് ഈ ഖിലാഫത്തിന്റെ ചർച്ച നടന്നത്. അവിടെ ഒരു ചെറിയൊരു പാർക്കാണ്. പള്ളി ഇങ്ങനെ ഫേസ് ചെയ്ത് നിന്നാൽ വലതു ഭാഗം, ഇടതു ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോയാൽ ജന്നത്തുൽ ബഖീ, അവിടെ അല്ല, ഇപ്പുറത്ത്. ആരാവണം ഖലീഫ? ആ ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ 3 ദിവസം നീണ്ടുപോയി. മദീനക്കാരായ അൻസ്വാരില്ലയോ ഹബീബിന് അഭയം കൊടുത്തവർ ഞങ്ങളല്ലയോ ആദ്യം ജുമുഅ തുടങ്ങിയവര്? മദീനക്കാരാദ്യം ജുമുഅ തുടങ്ങിയത്. ജുമുഅ എന്നുള്ള പേരിട്ടതിന് മദീനക്കാരാ. അസ്അദ് ഇബ്നു സുറാർ റളിയല്ലാഹു അൻഹു തങ്ങൾ മക്കത്ത് നിന്ന് വരുന്നുള്ളൂ, അപ്പോഴേക്കും ഇവിടെ ജുമുഅ നടന്നിട്ടുണ്ട് മദീനയിൽ. ഞങ്ങളല്ലയോ ഹബീബിനെ സഹായം ചെയ്തത്, ഞങ്ങളല്ലയോ ഹബീബിന് കാശ് കൊടുത്ത് സഹായിച്ചത്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്നാവണം ഖലീഫ എന്ന ന്യായമായും മുഹാജിറുകളായ അൻസ്വാരികളായ മദീനക്കാർ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേതാക്കന്മാർ ഖുറൈശികളിൽ നിന്നാവണമെന്ന് ഹബീബിന്റെ ഹദീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളിൽ പെട്ടവരാകണം ഖലീഫയാവേണ്ടത്. ഭയങ്കര ചർച്ചകൾ നടന്നു. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആ ഗുഹയിൽ ഒരുമിച്ച് താമസിച്ചവരാണ്. وثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഹിജ്റ പോകുമ്പോൾ ആരാണോ ആ ഗുഹയിൽ, സൗർ ഗുഹയിൽ ഹബീബിന്റെ കൂടെ നിന്നത്, ആരാണോ ഹബീബിനോട് മന്ത്രിച്ചത്, നബിയേ എന്നെയും അങ്ങയെയും അന്വേഷിച്ച് ശത്രുക്കളാണ് വന്നു നിൽക്കുന്നത്, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലറആന, നബിയേ അവരാരെങ്കിലും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ,
താഴ്ഭാഗത്തേക്ക് നിൽക്കുന്ന ഗുഹയുടെ മുമ്പിലാണ് ശത്രുക്കൾ വന്ന് നിൽക്കുന്നത്. ആ രണ്ടാമനായ ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങൾ സിദ്ദീഖ് എന്നവരോട് പറഞ്ഞ വാക്കുകളാണ് ഖുർആൻ അവതരിച്ചത്. തന്റെ കൂട്ടുകാരൻ സ്വാഹിബ് എന്ന് സിദ്ദീഖ് എന്നവരെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സിദ്ദീഖേ നിങ്ങൾ സങ്കടപ്പെടരുത്, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഇത് സിദ്ദീഖേ നിങ്ങളോടല്ലയോ നബി തങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളാണ് ഖലീഫയാവേണ്ടത്, നിങ്ങളാവണം. അതുമാത്രമോ, പനി പിടിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ ഹബീബായ നബി തങ്ങൾ വിഷമിച്ചു നിൽക്കുമ്പോ, പനി കണ്ടാ ചെറിയ അസുഖമാണ് അല്ലേ, എത്ര വല്ല പോക്കിരിയാണെങ്കിലും പനി പിടിച്ചാൽ പച്ച പാവായി മാറും. ശ്രദ്ധിച്ചിട്ടില്ലേ? അത്രേ നമുക്കുള്ളൂ. ഇത് നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടാ. എന്താ മനുഷ്യന്മാരുടെ അഹങ്കാരം. പനി പിടിച്ചാൽ പിന്നെ കുഴഞ്ഞു, കഞ്ഞു പോലും കുടിക്കാൻ പറ്റൂല. അള്ളാഹു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് അസുഖങ്ങളിലൂടെ, മരണത്തിലൂടെ. ഇത് രണ്ടും ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു. പുണ്യ നബി തങ്ങൾക്ക് പനി ബാധിച്ചത് വല്ലാത്ത പനിയായിരുന്നു. നബിയെ, ഞങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്ന പോലെ പനിയുടെ ചൂടുണ്ടല്ലോ നബിയെ നിങ്ങൾക്ക് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ശരിയാണ് ഇബ്നു മസ്ഊദേ, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒരാൾക്കുണ്ട്. അത്ര ക്ഷീണം തങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. 7 കുടം വെള്ളം തലയിൽ ഒഴിച്ചിട്ട് തങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റിയില്ല എന്നാ, വീണ്ടും തളർന്നു വീണു. അപ്പൊ എന്തായിരിക്കും പനിന്റെ സ്ട്രോങ്, അതിന്റെ സ്ട്രെങ്ത് എത്രയായിരിക്കും? മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കർ സിദ്ദീഖ് എന്നവരോട് ഇമാമ നിൽക്കാൻ പറയണേ. അപ്പൊ ആയിഷ ബീവി, പൊന്നാരി നബിയേ, എന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് എന്നവര് ലയ്യുനുൻ, വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ്, ചെറിയ ഹൃദയമാണ്, ലോലമായ ഹൃദയമാണ് നബിയെ. അങ്ങ് നിൽക്കുന്ന മെഹ്റാബൽ എന്റെ നിങ്ങൾക്കല്ലയോ, അതുകൊണ്ട് നിങ്ങളാണ് ഈ ഉമ്മത്തിന്റെ നേതാവ്, നിങ്ങൾ നിൽക്കണമെന്ന് നോമിനേഷൻ. ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ തങ്ങളോട് സിദ്ദീഖ് എന്നവർ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഇലക്ഷനൊക്കെ വരുമ്പോഴേ, പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും വാർഡിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും ഈ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്, കള്ളുടിക്കണ പോലെ. കിട്ടാതിരുന്നാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരിക്കൽ പ്രസിഡന്റ് ആയാളെ പിന്നെ വൈസ് പ്രസിഡന്റ് ആകുന്ന പോലും സഹിക്കാൻ പറ്റൂല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, എന്താ ചെയ്യാ, വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് ഖുർആൻ മനുഷ്യന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. ആരും വിട്ടുകൊടുക്കൂല, പിന്നെ പിടിച്ചു വാങ്ങില്ല. പോലീസോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, അങ്ങനെ ഒരാൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാ, ആ ഉമ്മ നിങ്ങൾ പറഞ്ഞതാ ശരി, ഞാനത് എപ്പോഴോ പറയാൻ വിചാരിച്ചവന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾ പറഞ്ഞ നന്നായി. സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ, ഉമറേ, ഇസ്ലാം സ്വീകരിച്ചിട്ട് നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങി ഈ കാലത്തിനിടക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അബദ്ധം പോലത്തെ ഒരു അബദ്ധം നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. യാ ഉമർ, മാ റഅയ്തു മിൻക ലഹ്ഫതൻ മുൻദു അസ്ലംത ഗൈറ മഖാമി ഹാദാ, ഈ ഒരു സ്ഥലത്ത് വെച്ച്, ഈ സ്ഥാനത്ത് വെച്ച് നിങ്ങൾ ഈ പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. സിദ്ദീഖ് എന്ന ഞാൻ ഇമാം നിൽക്കണമെന്നോ, ഞാൻ ഖലീഫയാകണമെന്നോ, ഇതാണോ ഉമറെ നിങ്ങൾ പറയേണ്ടത്? നിങ്ങളല്ലേ ഇതിന് അർഹതപ്പെട്ടത്? സിദ്ദീഖ് റളിയല്ലാഹു മാഷാ, അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മഹാൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെയാണ്. അപ്പൊ പിന്നെ അൻസ്വാരികളും മുഹാജിറുകളും ഒന്നാകെ ബൈഅത്ത് ചെയ്തു. അങ്ങനെയാണ് 3-ാമത്തെ ദിവസം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത്. സുഹാബിമാർ ഓരോരുത്തർക്കും അറിയാം, ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ താമസിപ്പിച്ചുകൂടാ എന്നറിയുന്ന സുഹാബികളിൽ ഒരാൾ പോലും മറുത്തൊരു വാക്ക് പറഞ്ഞില്ല. ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം മറവ് ചെയ്യാതെ 3 ദിവസം അവിടെ വെച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുകയായിരുന്നു 3 ദിവസവും. സുഗന്ധം ഇങ്ങനെ വരികയായിരുന്നു 3 ദിവസം. അമ്പിയാക്കന്മാർ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട്. ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ എങ്ങനെയാണോ റൗളയിൽ ആ ഹുജറയിൽ കൊണ്ടുപോയി മറവ് ചെയ്തത്, അതുപോലെ ഹബീബ് അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് ഉമ്മത്തികളുടെ വിശ്വാസം. മുസ്ലിം ഉമ്മത്തിന്റെ അഖീദ അതാണ്. ഒരു കേടുപാടും സംഭവിക്കാം.
കദാലിക്കൽ അംബിയാ, പ്രവാചകന്മാർ അങ്ങനെ തന്നെയാണ്. മറവ് ചെയ്താൽ ഭൂമി അവിടെ ഒരിക്കലും അവിടെ ശരീരം തിന്നുകയില്ല. അങ്ങനെ ഉണ്ടാവും. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കെ മുസ്ലിം ഉമ്മത്തിന് ഒരു നേതൃത്വമില്ലാതെ പോകരുത്, ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഒരു നേതാവില്ലാത്ത ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന ആ ഒരു വാക്യൂം ഒരിക്കലും ഉമ്മത്തിൽ ഉണ്ടാവരുത് എന്ന സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ഹബീബിന്റെ ജനാസയെ മറവ് ചെയ്യാൻ വൈകിപ്പിച്ചത്. അതിനർത്ഥം എന്താണ്? ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. എത്യോപ്യക്കാരനായ കറുത്ത വർഗക്കാരനായ ഒരാളാണ് നിങ്ങളുടെ നേതാവ് എന്നിരിക്കെ കാണാൻ ഭംഗിയില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുറുകിയ കഴുത്തുള്ള മനുഷ്യൻ, മുന്തിരി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണാണ്, കറുത്ത വർഗക്കാരനാണ്, ദമീം, കാണാൻ ഭംഗിയില്ലാത്ത ആളാണ് എന്ന് വന്നാൽ പോലും നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ അനുസരിക്കണേ, അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കണേ. അതിന് നിങ്ങൾ ട്രോളുകയോ പരിഹസിക്കുകയോ ചെയ്യരുതേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ നിർദ്ദേശമുണ്ട്. അത് പഠിപ്പിക്കാനാണ് 5 വക്ത് നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കുന്നത്. ഒരു ഇമാമിന്റെ ബാക്കിൽ നിന്ന് നേതാവ് ചെയ്തതിന് ശേഷമേ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ. ഈ അച്ചടക്കം പഠിപ്പിക്കുന്ന ഉമ്മത്ത് പിന്നെ എങ്ങനെയാ നേതൃത്വത്തെ തള്ളിപ്പറയുന്ന അവസ്ഥകൾ വരുന്നത്? തിരുത്താം, നല്ല നിലക്ക് ഗുണകാംക്ഷയുള്ള തിരുത്തുകൾ വേണം, അതിന് കുഴപ്പമൊന്നുമില്ല. പരസ്യമായിട്ട് എഴുതുക, പരസ്യമായിട്ട് അവഹേളിക്കുക, പരസ്യമായിട്ട് കളിയാക്കുക, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിനൊന്നും ശരീഅത്തിന്റെ മറപിടിച്ച് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജനങ്ങളെ, ഉല്ലീതു അംറകും, നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ മെച്ചമുള്ള ആളൊന്നുമല്ല, പക്ഷേ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടാൽ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ തിരുത്തി തരണം കേട്ടോ. അത് നേതാവല്ല ആയിക്കോട്ടെ എന്ന് പറയരുത്, എനിക്ക് തിരുത്തി തരണം. അപ്പോഴാണ് ഒരു അഹ്റാബി വാളെടുത്തിട്ടുണ്ട് എണീറ്റു ഉമർ തങ്ങളുടെ സദസ്സിൽ നിന്ന്, ഉമറേ ഇത് കണ്ടോ, ഞങ്ങൾ തിരുത്തും, ഇതുകൊണ്ട്, വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തലം കെടുക്കും ഞങ്ങൾ. ഉമർ തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ആ മനുഷ്യനെ പിടിച്ച് കൊണ്ടുപോയെന്നല്ല. ഉമർ തങ്ങൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി ഇദാ ഖിൽതു ലഖാല ബിസൈഫിഹി ഹകദാ, പടച്ചവനെ, എന്റെ ഉമ്മത്തിൽ എനിക്ക് തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ ഞാൻ തെറ്റിലേക്ക് പോയാൽ വാളുകൊണ്ടെങ്കിലും എന്നെ തിരുത്താൻ കഴിയുള്ള ആണത്തമുള്ളവരെ ഈ ഉമ്മത്തിൽ നീ ഉണ്ടാക്കിയല്ലോ റബ്ബേ, നിനക്ക് സ്തുതി. അല്ലാഹുവിന് സ്തുതി പറഞ്ഞു, അങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞു. നേതൃത്വത്തിന്റെ മഹത്വവും, ഉമ്മത്തിന് നേതൃത്വമില്ലാതെ ഒരു വാക്യൂം സംഭവിക്കരുത്, ഗ്യാപ്പ് വരരുത്. ഹബീബായ നബി തങ്ങളുടെ ഭൗതിക ശരീരം ഭൂമിക്ക് മീതെ നിന്നുകൊണ്ട് തന്നെയാണ് ഖലീഫയെ തെരഞ്ഞെടുത്തത്. ഖലീഫയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ ഹബീബിന്റെ ജസദ് മണ്ണിലേക്ക് വെക്കുകയാണ് ഉണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രയോറിറ്റൈസേഷനാണ്. മയ്യത്ത് മറവ് ചെയ്യലാണോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെക്കാളും പ്രാധാന്യമുള്ളത് ഹബീബിന്റെ ഭൗതിക ശരീരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ ഒരു നേതാവിനെ, ഖലീഫയെ തെരഞ്ഞെടുക്കലാണ്. ആ ഖലീഫയെ തെരഞ്ഞെടുപ്പെങ്ങാനും ഒരു 5 ദിവസമോ 1 മാസമോ നീണ്ടുപോയാൽ ആ മയ്യിത്ത് ജനാസ അങ്ങനെ കിടക്കുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വഹാബിമാർ ആരും ഒരാൾ പോലും എതിർത്തില്ല എന്നാണ്. എന്തേ മറവ് ചെയ്യണ്ടേ, എന്തേ തങ്ങളെ മറവ് ചെയ്യണ്ടേ എന്ന ഒരു ചോദ്യം ഒരു സ്വഹാബിയും ചോദിച്ചില്ല. എന്തേ